ഉഗ്രം പടമായിരുന്നു. നല്ല സ്ക്രിപ്റ്റാണ് അതിനകത്ത് ഹൈലൈറ്റ്. നല്ല സ്ക്രിപ്റ്റ്, അതാണ് അതിനകത്ത് ഹൈലൈറ്റ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല എൻഗേജിങ് ആയിരുന്നു. അടിപൊളിയാ. അവസാനം ഇന്റർവെല്ലിന് ശേഷം ഒരു രക്ഷയില്ല. ഇന്റർവെൽ വരെ നല്ലൊരു ഫാമിലി പടം പോലെ പോയിട്ട് പിന്നെ അങ്ങോട്ട് തകർത്തു. ഈ സിനിമ കണ്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഞാൻ ഈ സിനിമ കാണാൻ കയറി ഡയറക്ടറുടെ രാഹുൽ ജി നായരുടെ ആ പേര് കണ്ടിട്ടാണ് ഞാൻ കയറി. ആ പ്രതീക്ഷ ഒന്നും പുള്ളി തെറ്റിച്ചില്ല. ഭംഗിയായിട്ട് കഥ എഴുതിയിട്ടുണ്ട്. നല്ല കഥയാണ്, ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നല്ല സിനിമാറ്റോഗ്രാഫിയാണ്, മ്യൂസിക് ഏതൊരു പുതിയ പയ്യനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. എല്ലാം നമുക്ക് ഇമ്പമാർന്ന കുറച്ച് പാട്ടുകളുണ്ട്. പിന്നെ പെർഫോമൻസ് അത് പ്രത്യേകിച്ച് പറയാം. സുരേഷ് കൃഷ്ണയും സൈജു കുറുപ്പും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. എനിക്ക് ഒരു മനസ്സ് നിറഞ്ഞിട്ട് ആണ് പുറത്തിറങ്ങി. കണ്ടുകൊണ്ടിരുന്ന കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, ആകെ നാമാത്രമായിട്ടുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയത്. പിന്നെ ഇത് എനിക്കൊന്ന് കുറേ പോലീസുകാരുടെ ആത്മകഥയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ ജഡ്ജിമാരും വന്ന് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെയും കുറേ പേരുടെയൊക്കെ അവർക്കൊക്കെ കുറച്ച് പുനർചിന്തനം നടത്താനൊക്കെയുള്ള അവസരമുള്ള ഒരു ഫിലിം കൂടെ. ജഡ്ജിമാർക്കല്ലേ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ജഡ്ജിമാർക്കും അവരുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് പോകുന്ന പോലീസുകാർക്കും നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പോലീസുകാരും ജഡ്ജിമാരും വളരെ നന്നായിട്ട് വന്ന് ഇവരെല്ലാം ഡെഫിനറ്റ്ലി വന്ന് കാണേണ്ട മൂവിയാണ്. നല്ലൊരു സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് ഈ സിനിമ എന്തായാലും നിറച്ചിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പുറത്തിറങ്ങി. കൊള്ളാം, നല്ലൊരു സിനിമ. ഒരു ജഡ്ജ് ആൻഡ് ഒരു സെക്യൂരിറ്റി ഓഫീസർ തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ്. കോമഡീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലൊരു ചെറിയ സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട്. സൈജു കുറുപ്പൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെർഫോമൻസ്. സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല പിടിച്ചിരുത്തുന്നുണ്ടോ തിയേറ്ററിൽ? കുഴപ്പമില്ല, ലോജിക്കലി അത്ര ഓക്കെ അല്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സിനിമ. സെക്കൻഡ് ഹാഫ് കഥയ്ക്ക് ചെറിയൊരു വ്യത്യസ്തതയുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, സൈജു കുറുപ്പ്, ഇവരെ 3 പേരുടെ, പിന്നെ സുരേഷ് കൃഷ്ണ ഒരു പ്രത്യേക ലെവലിൽ. നല്ല ത്രില്ലറാണോ? സൈജു കുറുപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല പടം.